ഗൈസ്, അപ്പോൾ ഡെയിലി വ്ളോഗിൻ്റെ 3ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറയുക, അത്ര നേരം ഉറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഇതായിട്ടുണ്ട്. രാത്രി ഉറക്കല്ല, അപ്പോൾ വ്ളോഗ് എഡിറ്റ് ചെയ്യലാണ് പണി. അപ്പോൾ എന്തായാലും നമുക്കിനി ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. നമുക്കൊരു പ്ലാന് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി അക്ഷയൻ്റെ അടയ്ക്ക് പോവാണ്. അപ്പോൾ അക്ഷയൻ്റെ അടയ്ക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ അക്ഷയൻ്റെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മളെ ഫസ്റ്റ് ഡെയിലി വ്ളോഗ് തന്നെ കോപ്പിറൈറ്റ് അടിച്ചിരിക്കുകയാണ്. എനിക്കതിൽ നല്ല സന്തോഷമുണ്ട്. എന്തായാലും അക്ഷയൻ്റെ വീട്ടിലെത്തിയിട്ട് ഇവിടെ ഫുള്ള് ഗെയിം കളി കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു വ്ളോഗ് എടുക്കാൻ ഞാൻ കുറെ നേരമായി പറയുന്നു. ഒരു ഫുള്ള് ഗെയിം കളി കാര്യങ്ങളൊക്കെ. ഇന്നേ വരെ ഗെയിം കളിക്കാത്തവരാ ഗെയിം അതിന്റെ ഓഫറില്ലാത്ത. അതെ അതെ, ഓഫറില്ലാത്തോണ്ട് ഓഫർ തന്നു ഗായ്സ്. അതെ, ആരെങ്കിലും അരിവുള്ളവർ റീചാർജ് ചെയ്തുണ്ടാ. നമ്പർ നമ്മള് 9037. അയ്യോ, ഞാന് കേട്ടി തന്നാലോ. ഞാൻ എന്റെ നമ്പർ കൊടുക്കാറ്. അതെ അതെ. എന്തായാലും വ്ളോഗ് കോപ്പിറൈറ്റ് അടിച്ചിട്ടോ ഫസ്റ്റ് തന്നെ. നമുക്കൊരു പാടാണ്. അതെന്തുകൊണ്ടാണ്, അത് ഏത് പാട്ട് നമ്മൾ യൂസ് ചെയ്ത് കോപ്പിറൈറ്റ് അടിക്കായി? പക്ഷെ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത സംഗതി ആണെങ്കിൽ എന്താ പറയാ, അത് ഞാൻ കുറെ ഇതിന് മുന്നേ 2 വ്ളോഗ് ഇട്ടുണ്ട്, അതിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കോപ്പിറൈറ്റ് അടിച്ചില്ല. ഇനി ഞങ്ങൾ അതിലൊരു പാട്ട് പാടിയില്ല, അതാണോന്നും അറിയില്ല. എന്തായാലും അത് പോയിക്കില്ല. ചിലപ്പോ ഇനി അങ്ങനെ വണ്ടി ഒരു പാട്ട് അടിയില്ലേ, അത് എന്താ എന്തോന്നാണ് നമ്മൾ പാടി. അത് പാടി എന്താ ഹരിചന്ദന അതിന്റെ ഒരു വരി, അതിന്റെ ഒരു ഭാഗം. പാടില്ല. എന്തായാലും അത് പാടിയത് ഇഷ്ടമാക്കിയത്. എന്തായാലും അത് പോട്ടെ. എങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു പണി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താന്ന് നോക്കാം. അപ്പോൾ ആള് വിളിക്കുന്നുണ്ട്. പ്രപ്പോസൽ പ്രാങ്ക് ആട്ടോ. എടുക്കല്ലേ? ആ എടുക്കാം. ഹലോ, ഈടാ എന്താ റെഡി? ചായ കുടിച്ചോ? ഫുഡ് കഴിച്ചോ? ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേനോ ഒരു കാര്യം പറയാണ്ടേന്ന്? അല്ല, ഞാൻ പിന്നെ പറയാം. എന്താ പറയാ, എങ്ങനെ കേക്കില്ല, റേഞ്ച് ഇഷ്യൂ. അതൊന്നല്ല. എന്തെന്ന് വെച്ചാല് എന്താ പറയാ, എനിക്കിങ്ങനെ പറഞ്ഞ ശീലമൊന്നുമില്ല. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. ആർത്തോട്ട് സത്യം ചെയ്യാ, ഈയാണ് സത്യം. ഞാനാണ് സത്യം. ആയിക്കോട്ടെ. തോന്നി, എനിക്ക് കൊറേ തോന്നി, അങ്ങനെ ആലോചിച്ചു. അപ്പൊ പിന്നെ എന്നോട് ഇങ്ങനെ പറയും, ഈ എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാലും മാത്രമല്ല കമ്പനി ആയിട്ടാണല്ലോ. അപ്പൊ പിന്നെ ഈ പിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, അതൊക്കെ. പക്ഷെ ഞാനെന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്ത് കണ്ടിട്ട് വെച്ചെന്താ, ഇഷ്ടായി അത്ര തന്നെ. അപ്പൊ സ്പീക്കറിലൊന്നല്ല പോവാർന്ന്. ആരുമില്ല, അതിൽ ആരുമില്ല. ഞാൻ എന്റെ വീട്ടിലാണ്. എനിക്ക് ഇനി ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതൊരു മാരേജിൽ എത്തിക്കണം എന്നുണ്ട്. അതിനൊക്കെ ഞാൻ റെഡിയാ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കള്ളൂടി ചിക്കൻ
അമ്മായി പരിപാടി ഒന്നും ഞാൻ അറിയുന്നല്ലേ, ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചായ കുടി മാത്രമേ ഉള്ളൂ. ആ വൈകുന്നേരം ആകുമ്പോ വെള്ളച്ചായ മാത്രം. പ്രാങ്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ അതിൻ്റെ ഇടയിൽ ഓഫായി പോയി. എന്തായാലും നമുക്ക് ഒന്നുകൂടി പോയേക്കാം. ബോർഡർ ഒന്നും വെച്ചിട്ട് സ്നേഹിക്കാറില്ല. പിന്നെ ഈ ഒരുമാതിരി നമുക്കിത് നിർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. അതേപോലെ നീ നന്നായിട്ട് ആലോചിച്ചിട്ട്, ഞാൻ ആലോചിക്കണം നന്നായിട്ട്, നീ ആലോചിച്ചിട്ട് തീരുമാനം. ഞാൻ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. സെറ്റായി വിചാരിച്ചു. പിന്നെ ഈ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ല. ഐ മീൻ വായനോട്ടം പറ്റില്ല, നമുക്ക് കോയിത്തരൊന്നും പറ്റില്ല. എൻജോയ്മെന്റ് അല്ലേ അതൊക്കെ ശരി. സീരിയസ് ആവാണ്ട് അഥവാ സീരിയസ് ആയ സീരിയസ് ആയ പിന്നെ ഇപ്പൊ തന്നെ നിർത്തുന്നത്. വെറുതെ വളരെ അപ്പഴേ ഹലോ ഡെയിലി വ്ളോഗിൽ ഇനിയുണ്ട് കേട്ടോ. ഇതൊരു എന്ത് തോന്നിയൊക്കെ ഒരു തേങ്ങ തോന്നില്ല. ഈ ആയിരിക്കണ്ടേ, എനിക്ക് തോന്നിയില്ല, എനിക്ക് തോന്നൂല. ഈ അങ്ങനത്തെ ആളല്ല. അപ്പൊ അത് പിന്നെ ആരും പറയുക അത്ര കൊന്നിന്. ഈ ആയിരിക്കണ്ട, അന്നക്ക് നല്ലോണം അറിയാം. എന്റെ ഒരു ഇതുമില്ല. കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. എന്താ എന്റെ ഉള്ളിലത്തൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉള്ളിലൊക്കെ അല്ല, എന്റെ ഉള്ളിലൊക്കെ പറഞ്ഞേ. അയ്യോ ഇല്ലല്ല, അത് ഓക്കെ ഓക്കെ, ഒരു 40% ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ട്. ഓക്കെ ഇല്ല എന്നാലും പൊളി ഇനി ഉരുണ്ട് കളിക്കണ്ടേ. ആ അപ്പൊ എല്ലാം ഉള്ള തന്നാലേ പറഞ്ഞതൊക്കെ ആലോചിക്കാനൊക്കെ പറഞ്ഞതോ. പിന്നെ ഇങ്ങനെ പറയുമ്പോ അതിപ്പോ ഞാൻ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് കണ്ണു പൂട്ടി പറയാൻ പറ്റുമോ? എന്നാലും എനിക്ക് പറഞ്ഞൂടെ, നീ വണ്ടിക്ക് ഇതൊക്കെ പിന്നെ പെട്ടെന്ന് പറയണം പറഞ്ഞിട്ട് അപ്പോഴൊക്കെ മനസ്സിൽ നമ്മൾ എത്ര ആണെങ്കിൽ കണ്ട എന്തായാലും പൊളിഞ്ഞിക്കിടും. എന്തായാലും പ്രാങ്ക് ആയി കഴിഞ്ഞ ഇങ്ങനെ എല്ലാരും പറയല്. അതെ അതെ, അതൊക്കെ ഞാൻ കട്ട് ചെയ്യും. അതൊന്നും നടക്കൂല. ഈല് പറഞ്ഞതല്ലെങ്കിൽ വരിക, ഈല് പറഞ്ഞതല്ലായിരിക്കും വരിക. എന്നെ വ്ളോഗിൽ ഇടുന്നോണ്ട് പ്രശ്നമില്ലല്ലോ. അയ്യോ, നമുക്ക് അത്ര ഫ്രീഡം ഉള്ള ആൾക്കാരുടെ അടുത്തല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. പക്ഷെ അവന് ശരിക്കും ഇഷ്ടാ. കിട്ടിയില്ലേ എന്ത് ലവ് യു ടു പ്രപ്പോസ് ചെയ്തില്ലല്ലോ. ഇങ്ങോട്ടാ പ്രപ്പോസ് ചെയ്തപ്പോ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഇങ്ങനെ തന്നെ അല്ല വിശ്വസിക്കാം. ഓ ഓ ആ പറഞ്ഞ കുഴപ്പമില്ല. അയ്യോ അക്ഷയുടെ ചെലവ് ഞാൻ കമ്മിറ്റഡ് ആയി. എനിക്കൊരു 2 ലക്ഷം മതി. എനിക്കൊരു 2 ലക്ഷം 3.4 ലക്ഷം മതി. അപ്പൊ അങ്ങനൊക്കെ തരും എന്നൊക്കെ പറഞ്ഞില്ലേ?
അയ്യടാ 10-30 പശു ഉണ്ട്. ഒന്നിനെ തരുമോ? രണ്ടെണ്ണത്തിന് നീ കൊണ്ടുപോ. എന്നാ ഞാൻ വണ്ടി വിളിച്ചു തരാം. അപ്പൊ അതിന് പൈസ കൊടുക്കണം. വിളിച്ചിട്ടാ ടീച്ചർ വിളിച്ചിട്ട് എന്ത് അപ്പൊ പൈസ ഉണ്ടല്ലോ. വേണ്ട, നീ എടുത്തോ. സീരിയസ്ലി ഞങ്ങൾ കൊണ്ടുവരട്ടെ നീ എടുത്തോ. സത്യമായിട്ടും. ഇത് തന്നെ എടുത്തേ. എന്നാ അക്ഷയ്ക്കും വേണം രണ്ടെണ്ണത്. അക്ഷയ്ക്കിനൊന്നുമില്ല. അവൻ എനിക്കെന്താ ആദർശിന് മാത്രമേ എന്താ കൊടുക്കുന്നത്? 3 ലക്ഷത്തിന് ഓഫറും ഉണ്ട് കോഴ്സിന്റെ. ഇനി ഒന്നുമില്ല, കോള് കട്ട് ചെയ്തിട്ട് ആ മൂലയിൽ പോയി കരഞ്ഞു. അത് കാര്യ കോള് കട്ട് ചെയ്ത് പോയിട്ട് വെള്ളം പോയി മൂലക്ക് പോയി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ യെസ് തീരെ പറഞ്ഞില്ല. ഈ കൊറേ അതിനിടയ്ക്ക് കൊറേ യെസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. മൗനം സമ്മതം നല്ലേ. അതൊക്കെ വീഡിയോ വരുമ്പോ കണ്ടോ. ഇല്ല യെസ് മൗനം സമ്മതം. അപ്പൊ പ്രാങ്ക് കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എന്തായാലും നല്ല രീതിക്ക് ഏറ്റിക്കൂലേ? ഏറ്റിന്നിട്ട് തീർത്തിക്കിടേ പാടെ കരയുന്നുണ്ടാവും. തലാടെ തൊള്ളയില് സംഗതി എന്തായാലും നല്ലോണം ഏറ്റിക്കുന്നു. പക്ഷെ ഇങ്ങനെ പ്രാങ്ക് ആയ ആൾക്കാര് പിന്നെ സമ്മതിച്ചു തരില്ലല്ലോ. അതാണ് ഇപ്പൊ സംഗതി ഉണ്ടായത്. എന്തായാലും നമുക്കിനി ഇപ്പൊ അടുത്ത ആള് പ്രാങ്ക് ചെയ്ത് ഇനി നമ്മള് ഫോൺ വിളിച്ചൊന്നുമില്ല. ഇനി നമ്മള് നേരിട്ടൊക്കെ കുറച്ച് പ്രാങ്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി അങ്ങനെയൊക്കെ ആക്കിയിട്ട് കാണാം. പിന്നെ ഇതൊക്കെ ചെറിയ വ്ളോഗുകളാണ് ഞാൻ ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അങ്ങനെ പറ്റുന്നുള്ളൂ. നമുക്ക് ഇനി സെറ്റാക്കി എടുക്കട്ടോ. എന്തായാലും അടുത്ത വ്ളോഗ് ആയിട്ട് കാണാം. ബൈ ഗൈസ്, ബൈ.